നമുക്കിന്ന് ചെറിയ കായ വെച്ചിട്ട് ഒരു തോരൻ ഉണ്ടാക്കാം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുപോലത്തെ കായയില്ലേ, ഞാലിപ്പൂവൻ, പാളയംകോടൻ, അങ്ങനെ പല ടൈപ്പിലെ കായയില്ലേ. നമുക്ക് ഏത് കായ വേണമെങ്കിലും ഈ തോരൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. കൂടെ തന്നെ ആവശ്യമുള്ള സാധനം കൂടി നമുക്ക് പറമ്പിൽ നിന്ന് തന്നെ എടുക്കാം. കറിവേപ്പിലയും പിന്നെ കാന്താരിമുളകും. അപ്പം നമുക്കിന്ന് ഈ തോരന് വേണ്ട സാധനങ്ങൾ മുഴുവൻ ഓർഗാനിക്കാണ് കേട്ടോ. കായ നമുക്ക് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കാം. അതിനെ തൊലിയൊക്കെ ചീവിക്കളഞ്ഞ് വൃത്തിയായി കഴുകി എടുത്തേക്കുന്നതാണ് ഇത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇത് നമ്മൾ പറിച്ചെടുത്ത കാന്താരിമുളക് ചീവിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ചതച്ചോ ചീവിയോ എങ്ങനെ വേണേലും ചേർക്കാം. കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൈവച്ച് നല്ലവണ്ണം യോജിപ്പിച്ചെടുക്കുക. ശേഷം കുക്കറിലിട്ട് 1 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് നമുക്കിത് 1 വിസിൽ കേൾക്കുന്നവരെ വേവിച്ച് എടുക്കാം. കുക്കറിൻ്റെ ആവി മുഴുവൻ പോയതിന് ശേഷം മാത്രം ഓപ്പൺ ചെയ്യുക. ഇതുപോലെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലുള്ള അല്പമുള്ള വെള്ളം മുഴുവൻ നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. തീ കൂട്ടി വെച്ചൊന്ന് വറ്റിച്ചെടുക്കാം. ഇത് നമുക്കൊന്ന് താളിച്ചെടുക്കാം. അതിനായി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയൊക്കെ നല്ലവണ്ണം ചൂടായി വന്നതിന് ശേഷം അല്പം കടുക് ഇട്ട് കൊടുക്കുക. നമുക്ക് പറമ്പിൽ കിട്ടുന്ന ഏത് കായ വെച്ച് വേണമെങ്കിലും ഇങ്ങനെ ചെയ്യാം കേട്ടോ. ഇത് കഞ്ഞിക്കൊക്കെ നല്ല അടിപൊളി ഒരു കോമ്പിനേഷനാണ്. ഇതിലേക്ക് അല്പം വെളുത്തുള്ളി കൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചെടുക്കുക. കൂടെ തന്നെ അല്പം കറിവേപ്പിലയും 2-3 വറ്റൽമുളകും കൂടെ ചേർക്കാവുന്നതാണ്. തേങ്ങ വേണമെങ്കിൽ ഇതിൽ ചേർക്കാവുന്നതാണ്. തേങ്ങയും ജീരകവും ഒക്കെ ചതച്ച് ചേർത്ത് കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. ഞാനിതിൽ തേങ്ങ ചേർക്കണില്ല. അപ്പോൾ ഇതൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച കായ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇത് നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണിത്. കാരണം നമ്മുടെയൊക്കെ വീടുകളിൽ സാധാരണ കണ്ടുവരുന്ന ചെറിയ കായ വെച്ചിട്ടാണ് ഇതുണ്ടാക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റും അറിയിക്കാൻ മറക്കരുതേ.